ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഓണം എക്സാമിന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആട്ടെന്ന് മക്കളെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിൽ ദ ബോക്സ് വിത്ത് കറക്റ്റ് വേർഡ്സ്. അപ്പം ഈ ഓരോ വേർഡ്സിനും ഇംഗ്ലീഷിൽ കറക്റ്റ് ആയിക്കാണ്ട് വേർഡ് പറയാനാണ്. അപ്പോൾ ഫസ്റ്റത്തെ പിക്ചർ എന്താണ്? ഒരു താറാവാണല്ലേ. താറാവിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഡക്ക് എന്നാണ്. അതുപോലെ രണ്ടാമത്തെ ചിത്രം എന്താണ്? ഒരു കരടിയാണല്ലേ. കരടീന് എന്താണ് ഇംഗ്ലീഷ് പറയാ? ബിയർ. ബിയറിന്റെ സ്പെല്ലിംഗ് എന്താണ്? BEAR, ബിയർ. ഇനി ലാസ്റ്റത്തെ ഒരു ചിത്രം എന്താണ്? നമ്മുടെ കുരങ്ങനാണല്ലേ. കുരങ്ങൻ എന്താണ് ഇംഗ്ലീഷിൽ പറയല്? മങ്കി. അപ്പൊ ഇതിന്റെ ഓരോ സ്പെല്ലിങ്ങും നിങ്ങൾ കറക്റ്റ് ആയിക്കാണ് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതന്നെ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് ഡിസ്ക്രൈബ് ദ പിക്ചർ. ആ പിക്ചർ നോക്കിക്കാണ്ട് ആ വിട്ടുപോയ ഭാഗങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ്, പൂരിപ്പിക്കാനാണ് കേട്ടോ. ഇനി നമുക്കത് നോക്കിയാലോ. ദ ബസ് ആൻഡ് ദ കാർ. അപ്പൊ ഡാഷ് ഈച്ച് അതർ. അവിടെ എന്താണ് വന്നിക്കണത്? ഹിറ്റ്. ഹിറ്റ് പറഞ്ഞാൽ എന്താ? രണ്ടും കൂടി കൂട്ടിയിടിച്ചു. ദ ബസ് ഹോൺ ഫെൽ ഡൗൺ. എന്താണ് ഫെൽ ഡൗൺ ആയത്? ഹോൺ ആണല്ലേ. ബസ്സിന്റെ ഹോൺ എന്തായി? വീണുപോയല്ലേ. ദ കാർ ഡേഷ് ഫിൽ ഡൗൺ. അവിടെ എന്താണ് ഉത്തരം വന്നിക്കണത്? ലൈറ്റ് ആണല്ലേ. അപ്പൊ കാറിൽ നിന്ന് എന്താണ് അടിയിലേക്ക് വീണത്? ലൈറ്റ് ആണല്ലേ. അപ്പൊ ദ ഹെൻ ടുക്ക് ഹെർ. അപ്പൊ എന്താണ് എടുത്തത്? ഹെന്നിന്റെ എന്താണ് ഹെൻ എടുത്തത്? എഗ് ആണല്ലേ. അപ്പം ഇതേപോലത്തെ മോഡലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് വരില്ല. ചിലപ്പോൾ ഇത് തന്നെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ആണ്. അപ്പൊ ആഡ് മോർ ലൈൻസ്. അപ്പൊ ഓരോ വരികളും കൂട്ടിച്ചേർക്കാനാണല്ലേ പറയുന്നത്. അപ്പൊ അവിടെ ഫസ്റ്റ് കൊടുത്ത വരികൾ എന്താണ്? ബസ്സിനെ പറ്റിയാണല്ലേ. അപ്പൊ ബസ്സിനെ പറ്റി അവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഐ ആം എ ബസ്, ബ്ലൂ ബ്ലൂ ബസ് അല്ലേ. ആ രണ്ട് വരികളാണ് ബസ്സിനെ പറ്റി പറയുന്നത്. ഇനി കാറിനെ പറ്റി പറയാനുണ്ട്, ജീപ്പിനെ പറ്റി പറയാനുണ്ട്, സൈക്കിളിനെ പറ്റി പറയാനുണ്ടല്ലേ. അപ്പൊ അത് നമുക്ക് പൂരിപ്പിച്ചാലോ. ഇനി കാറിനെ പറ്റി എന്താണ്? ഐ ആം എ കാർ, റെഡ് റെഡ് കാർ. ഇനി ജീപ്പിനെ പറ്റി നോക്കാം. ഐ ആം എ ജീപ്പ്, ഗ്രീൻ ഗ്രീൻ ജീപ്പ്. അപ്പൊ എന്താണ്? ഞാനൊരു ജീപ്പാണ്. അപ്പൊ എന്റെ കളർ എന്താണ്? ഗ്രീൻ ആണല്ലേ, അതായത് പച്ച. അതുകൊണ്ടാണ് ഗ്രീൻ ഗ്രീൻ ജീപ്പ് എന്ന് പറയുന്നത്. ഇനി സൈക്കിളിനെ പറ്റി നോക്കിയാലോ. ഐ ആം എ സൈക്കിൾ, ബ്ലാക്ക് ബ്ലാക്ക് സൈക്കിൾ. അപ്പൊ എന്താണ്? ഞാനൊരു സൈക്കിളാണ്. എന്തെന്റെ കളറ്? ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് ബ്ലാക്ക് സൈക്കിൾ. ഇനി നമുക്ക് എന്താണ് പ്രവർത്തനം ഇല്ലത്? ആഡ് മോർ ലൈൻസ്. ഇനി ആഡ് ചെയ്യാനാണ് ലൈൻസ്. അപ്പൊ ഇവിടെ ഒന്ന് ഉദാഹരണമായിക്കാണ് കൊടുത്തിട്ട് ഏതാണ്? മദർ കൗ ഹൂ ഈസ് ദിസ്? ദിസ് ഈസ് മൈ വഫ്, ഹിസ് നെയിം ഈസ് ലുലു. അപ്പൊ എന്താണ്? മദർ കൗ എന്ന് പറഞ്ഞാൽ മദർ, ഇപ്പൊ കൗ എന്ന് പറഞ്ഞാൽ മദർ ആണല്ലേ. അപ്പൊ വോൾഫിന്റെ മദർ ആണ് ആര്? അപ്പൊ വലിയ പശു അല്ലേ. അപ്പൊ ആരാ? ഹൂ ഈസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ ആരാണിത്? അതിന്റെ ചെറിയ കുട്ടി എന്താ പറയാ? വോൾഫ് എന്നാണ് പറയാ. അതിന്റെ പേരെന്താണ്? ലൂലു. ഇനി നമുക്ക് ഹെന്നിനെ, കോയിനെ പറ്റി എന്താ പറയുന്നത് നോക്കാം. ഇനി രണ്ടാമത്തെ വരികൾ നോക്കാം. മദർ ഹെൻ, കോയി അമ്മേ, ഹൂ ഹീസ് ദിസ്. അതിന്റെ കൂടെ ഇത് ആരാണ് എന്ന് ചോദിക്കാണ്. ദിസ് ഈസ്. അപ്പൊ മദർ ഹെൻ എന്താ പറയുന്നത്? ദിസ് ഈസ് മൈ ചിക്ക്. ചിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ചെറിയ കുട്ടി. കുട്ടിനെ പറയുന്നതാണ് എന്ത്? ചിക്ക്. അതിന്റെ പേരെന്താണ്? ഹിസ് നെയിം ഈസ് ഡേസി. അപ്പൊ ചിക്കിന്റെ നെയിം എന്താണ്? ഡേസി. ഇനി അതിന്റെ അവസാനത്തെ കേറ്റിനെ പറ്റി എന്താ പറയുന്നത് നോക്കാം. അപ്പൊ മദർ കേറ്റ് ഹൂ ഹീസ് ദിസ്. അപ്പൊ മദർ കേറ്റിനോട് ചോദിക്കണം ആരാണിത്. അപ്പൊ മദർ കേറ്റിന്റെ കുട്ടിന്റെ പേരെന്താണ്? അപ്പൊ ദിസ് ഈസ് മൈ കിറ്റൻ. എന്റെ കിറ്റൻ കുട്ടിയാണത്. അപ്പൊ ഹിസ് നെയിം ഈസ് കിറ്റി. അതിനെന്താ വിളിച്ചല്? ആ കിറ്റനെ എന്താ വിളിച്ചല്? കിറ്റൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി, എന്താ പൂച്ചക്കുട്ടിയാണ്. അതിനെന്താ വിളിച്ചല്? കിറ്റി എന്നാണ് വിളിക്കല് കേട്ടോ. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ആരൊരു കോൺവെർസേഷനാ? 3 തത്താള് അവരുടെ സവിശേഷതകൾ പറയുന്നതാണ്. എന്തൊക്കെയാണ് തത്താളുടെ പേര്? ജിൽ, ഡിൽ, റിൽ. ഇനി നമുക്ക് അവരുടെ കോൺവെർസേഷൻ നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് തന്നെ ജില്ല് പറയാണേ. ഐ ആം എ ജിൽ, ഐ ഹാവ് എ ബിഗ് ബ്രീക്ക്. അപ്പൊ ബ്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ചുണ്ടുകളുണ്ട്. ഐ ആം എ ദിൽ, ഐ ഹാവ് ലോങ് ലെഗ്സ്. ഐക്ക് എന്താണ്? ലോങ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഗ്സ് എന്ന് പറഞ്ഞാൽ കാലുകൾ എന്നാണ്. ആ തത്തക്ക് എന്താണ് ഉള്ളത്? ദില്ലിന് വലിയ കാലുകളുണ്ട്. മൈ നെയിം ഇസ് റിൽ, ഐ ഹാവ് എ റെഡ് റിങ്.
അതിൻ്റെ കഴുത്തിൽ എന്താ ഉള്ളത്? റെഡ് റിങ് വന്നിക്കണല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് 3 പേരും അവരുടെ സവിശേഷതകൾ കോൺവെർസേഷൻ ചെയ്യുന്നത്, അതായത് സംഭാഷണം ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനമാണ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പൊ അവരുടെ കോൺവെർസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. നമുക്ക് കംപ്ലീറ്റ് ചെയ്താലോ? അപ്പൊ കുരങ്ങനാണ് ആദ്യം പറയുന്നത്. എന്താണ്? ഐ ആം എ മങ്കി, ഐ ഹാവ് ലോങ് ടൈൽ. ലോങ് ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വലിയ വാലുകളുണ്ട്. എൻ്റെ പേര് മങ്കി. ഐ ആം എ മങ്കി, ഐ ഹാവ് ലോങ് ടൈൽ. എനിക്ക് എന്തുണ്ട്? വലിയ വാലുണ്ട്. അപ്പൊ ഐ ആം എ എലിഫന്റ്, ഞാനൊരു എലിഫന്റ് ആണ്, അതായത് ഞാനൊരു ആനയാണ്. ഐ ഹാവ് ബിഗ് ഇയേഴ്സ്, ആനയ്ക്ക് എന്താണ് ഉള്ളത്? വലിയ ചെവി ഉണ്ടല്ലേ. ഐ ഹാവ് എ ക്രോൺ, അപ്പൊ ക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊക്ക് എന്നാണല്ലേ. ഐ ഹാവ് ലോങ് ലെഗ്സ്, അപ്പൊ ആ കൊക്കിന് എന്താ ഉള്ളത്? ലോങ് ലെഗ്സ് ഉണ്ടല്ലേ, വലിയ കാലുകളുണ്ട്. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്തല്ലേ. ഇതേപോലെ എക്സാമിന് എന്തായാലും ചോദിക്കും കേട്ടോ, നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കുറച്ച് തന്നുകാണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും എന്താണെന്ന് മനസ്സിലായിട്ട് മക്കൾ അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ട് എഴുതണം കേട്ടോ. ഇനി അതേപോലെ തന്നെ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ ഫില്ല് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ പിക്ചർ നോക്കിയിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ. നമുക്ക് എക്സാമ്പിൾ ആയിക്കണ്ട അവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്? ലെഗ്സ്, റെഡ് റിങ്, റെഡ് ബ്രീക്ക്. ബ്രീക്ക് പറഞ്ഞാൽ എന്താണ്? തത്തൻ്റെ ചുണ്ടാണ് കേട്ടോ. പിന്നെ പാരറ്റ്, പാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തത്ത. അപ്പോൾ ഗ്രീന്, ഗ്രീന് പറഞ്ഞാൽ പച്ച, തത്തൻ്റെ കളറാണ് പച്ച. അപ്പോൾ ഇന്ന് നമുക്ക് ഫില്ല് ചെയ്താലോ? അപ്പോൾ ദിസ് ഈസ് എ, ഇതെന്താണ്? ഒരു പാരറ്റ് ആണ്. അപ്പൊ എന്താണ്? തത്തയാണ്. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്തത്? പാരറ്റ്. അപ്പൊ ഇറ്റ് ഈസ് ഡാഷ് ഇൻ കളർ, എന്ത് കളറാണ്? ഗ്രീന് കളറാണല്ലേ. അപ്പൊ നമ്മൾ അവിടെ ബ്രാക്കറ്റിൽ ഗ്രീൻ എടുത്തുകൊണ്ട് നമ്മൾ അവിടെ എഴുതണം. ഇറ്റ് ഹാസ് എ റെഡ് ബ്രീക്ക്. അപ്പൊ ഇറ്റ് ഹാസ് എ, അതിനുണ്ട് എന്താണ്? റെഡ് ബ്രീക്ക് ഉണ്ടല്ലേ, അതായത് ചുവന്ന ചുണ്ടുകളുണ്ട്. അപ്പൊ ഇറ്റ് ഹാസ് ടു ലോങ്, സോറി, ടു ലെഗ്സ്. എന്താണ്? ഇറ്റ് ഹാസ് ടു ലെഗ്സ് എന്ന് പറഞ്ഞാൽ 2 കാലുകളുണ്ട്. ആർക്കാണ് 2 കാല്? പാരറ്റിന് 2 കാലുകളുണ്ട്. അപ്പൊ ഇറ്റ് ഹാസ് എ ഡാഷ് അറൗണ്ട് ഇറ്റ് നെക്ക്. അപ്പൊ എന്താണ്? അതിന്റെ നെക്ക് ചുറ്റും എന്താണ് ഉള്ളത്? അപ്പൊ റെഡ് റിങ്സ് ഉണ്ടല്ലേ, ഒരു വട്ടം ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ പൂരിപ്പിക്കാനില്ലൊക്കെ ഫുള്ളാക്കിയല്ലേ. ഇനി എക്സാമിന് ഇതന്നെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി 8ാമത്തെ പ്രവർത്തനമാണ്. നമുക്ക് ഇതൊന്ന് വായിച്ചു കാണ്ട് ഇതെന്താണ് എന്ന് നോക്കിയാലോ. ഇത് ഇതേപോലെ പഠിച്ചു വെക്കുവാണ് കേട്ടോ, കാരണം നിങ്ങൾക്ക് ഇതേപോലെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഐ ആം എ ഫ്രൂട്ട്, ഐ ആം എ റെഡ് ഇൻ കളർ. ഞാനൊരു ഫ്രൂട്ടാണ്, എൻ്റെ കളർ റെഡ് ആണ്. ഐ ആം വെരി ടേസ്റ്റി. ഹൂ ആം ഐ, ഞാൻ നല്ല രുചിയാണ്. ഹൂ ഹാം ഐ, ഞാൻ ആരാണ്? ആരാണ് പറയൂ. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, ഏപ്പിൾ ആണല്ലേ. ഐ ആം എ ഫ്രൂട്ട്, ഐ ആം എ ഓറഞ്ച് ഇൻ കളർ. ഞാനൊരു ഫ്രൂട്ടാണ്, എൻ്റെ കളർ ഓറഞ്ച് ആണ്. ഐ ആം എ സ്വീറ്റ് ആൻഡ് സോർ. എന്നൊരു മധുരവും അതേപോലെ ഒരു പുളിയും ഉണ്ട്. അപ്പോൾ ഹൂ ആം ഐ, ആരാണ് ഞാൻ? അപ്പം മധുരവും പുളിയും ഓറഞ്ച് കളറും ഒരു ഫ്രൂട്ടുമാണ്. അപ്പം ഏതാണത്? ഓറഞ്ച് ആണല്ലേ. അപ്പം ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പൂരിപ്പിക്കാനോ ഇതേപോലെ വരികൾ എഴുതാനോ ഉണ്ടാവും. അതുകൊണ്ട് ഈ വരികൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു ഓറഞ്ച്, സ്വീറ്റ്, സോറ് എന്നൊക്കെ കണ്ടാൽ നിങ്ങൾ എന്തായാലും ഓറഞ്ച് എന്ന് എഴുതണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഐ ആം എ വെജിറ്റേബിൾ, ഐ ആം ഓറഞ്ച് ഇൻ കളർ. ഞാനൊരു പച്ചക്കറിയാണ്. വെജിറ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചക്കറി. അപ്പോൾ ഐ ആം എ ഓറഞ്ച് ഇൻ കളർ, എന്ത് കളറാണ്? അപ്പോൾ ഓറഞ്ച് കളറാണ്. റാബിറ്റ് ലൈക്ക് മീ, അപ്പം മുയലിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണത്? അത് ക്യാരറ്റ് ആണല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ ഫ്രൂട്ടിനെ പറ്റി കുറച്ച് വരികളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും ആദ്യം അയാമേ, അപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ എന്താണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾ, പച്ചക്കറി ആണെങ്കിൽ വെജിറ്റബിൾസും എന്ന് നിങ്ങൾ എഴുതണം കേട്ടോ ഫസ്റ്റ് തന്നെ. ഇത് നമുക്ക് അടുത്ത ആക്ടിവിറ്റി, 9ാമത്തെ ലാസ്റ്റത്തെ ആക്ടിവിറ്റി ആണ്. അപ്പോൾ ദിസ് ഈസ് എ ഡേഷ് ബസ്. അപ്പോൾ എന്താണ് അതിൻ്റെ കളർ? ഫസ്റ്റത്തെ ബസ്സിൻ്റെ കളർ എന്താണ്? ബ്ലൂ ആണല്ലേ. അപ്പോൾ നിങ്ങൾ ബ്ലൂ എന്ന് എഴുതണം കേട്ടോ. അതേപോലെ നിങ്ങൾ അപ്പോൾ കളറിൻ്റെ ഓരോ പേരുകളും പഠിച്ചു വെക്കണം. ഇനി 2ാമത്തെ ബസ് നോക്കൂ, ആ കളർ എന്താണ്? ഒരു റെഡ് കളറാണല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പൂരിപ്പിച്ചാലോ. ദിസ് ഈസ് എ
ഡാഷ് ബസ്. എന്ത് ബസ്സാണ്? റെഡ് ബസ്സാണ്. റെഡ് കളറുള്ള ബസ്സാണ്. അപ്പൊ ഇതേപോലെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങളുടെ പാടും അതിലുള്ള ബുക്കിലെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ നല്ലോണം വായിച്ചു നോക്കണം. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എക്സാമിന് വരുമല്ലോ കേട്ടോ. ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മലയാളവും അറബിയും 1ാം ക്ലാസ്സിന്റെ മലയാളവും അറബിയും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.